ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന വിവരങ്ങളിലേക്കാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒളിച്ചുവെച്ച വിവരങ്ങൾ പുറത്തു വിടണമോ എന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് തീരുമാനമെടുക്കുക. സർക്കാർ ആദ്യം നൽകാമെന്ന് പറഞ്ഞതിൽ 11 ഖണ്ഡികകൾ തടഞ്ഞു വച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് അപേക്ഷകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. അതേസമയം വിവരങ്ങൾ പുറത്തുവിടുന്നതിന് സർക്കാരിന് മടിയില്ലെന്ന് സജി ചെറിയാൻ പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞ കാര്യം ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ പരിഗണിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ അത് പുറത്തുവിടുകയും ചെയ്തു. അന്ന് കമ്മീഷൻ അംഗം പറഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അംഗീകരിച്ചത്. ഇന്ന ഭാഗങ്ങൾ, ഇന്ന പേജുകൾ, ഇന്ന ഖണ്ഡികൾ പുറത്തുവിടാൻ പാടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളാണ് പുറത്തുവിടാൻ പറഞ്ഞത്. അത് അന്ന് തന്നെ പുറത്തുവിടും. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബാക്കി ഭാഗങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്, അതെല്ലാം കോടതി ഹാജരാക്കുന്നത്. ഗവൺമെൻറ്റിന് ഒരു മടിയില്ലായിരുന്നു. അപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി മുഴുവൻ രേഖകളും സീൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹാജരാക്കി. ഹൈക്കോടതി അത് സംബന്ധിച്ച് ഷിജോ കുര്യനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഏറെക്കാലം പൊടിപിടിച്ചു കിടന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും അത് മുഴുവനായും പുറത്തുവിട്ടിരുന്നില്ല. വ്യക്തിഗത വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗം പുറത്തുവിടുന്നു. അതിൽ തന്നെ 11 ഖണ്ഡികകൾ വീണ്ടും തടഞ്ഞു വെച്ചിരിക്കുന്നു. അതും ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ആ 11 ഖണ്ഡികകൾ പുറത്തുവിടുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല. സ്വാഭാവികമായി വിവരാവകാശ കമ്മീഷന്റെ തീരുമാനത്തെ സർക്കാരിന്റെ ഈ നീക്കം കൂടി സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജിൽസി, ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞൊരു വാചകമുണ്ട്. സർക്കാരിനകത്ത് ഇതിനകത്തൊന്നും മറച്ചു വെക്കാനില്ല. ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, ഹേമ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ പുറത്തുവിടരുത്, ബാക്കിയുള്ള കാരണങ്ങൾ മൊത്തത്തിൽ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാം എന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു എന്നുള്ള കാര്യമാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് തന്നെ കുറേ വൈരുദ്ധ്യങ്ങളുണ്ട്. ജസ്റ്റിസ് ഹേമ പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ സ്വകാര്യതയെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ജസ്റ്റിസ് ഹേമ സാംസ്കാരിക വകുപ്പിന് മുമ്പാകെ വെച്ചത്. ബാക്കിയുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല, അത് പുറത്തേക്ക് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ജസ്റ്റിസ് ഹേമ വെച്ചു എന്നുള്ള കാര്യം മന്ത്രി സജി ചെറിയാൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 101 ഖണ്ഡികകൾ ഒഴിവാക്കണമെന്ന് ജസ്റ്റിസ് ഹേമ പറയുന്നു. എന്നാൽ ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് കൊടുക്കേണ്ടതിന് പകരം അതിൽ നിന്ന് പോലും സർക്കാർ വെട്ടിയിട്ടാണ് കുറേയധികം ഭാഗങ്ങൾ പുറത്തുവിട്ടത്. 11 ഖണ്ഡികകൾ, അതായത് 49-ാമത്തെ പേജ് മുതൽ 53 വരെയുള്ള പേജുകളിലെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ അപേക്ഷകർക്ക് നൽകിയത്. അതിനകത്ത് പോലും ഏതാണ്ട് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഒരു തരത്തിലും പുറത്തേക്ക് വരില്ല എന്നുള്ള കാര്യം സാംസ്കാരിക വകുപ്പ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് 49 മുതൽ 53 വരെയുള്ള 11 ഖണ്ഡികകൾ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് ഒരു മുന്നറിയിപ്പും കൂടാതെ തടഞ്ഞു വെച്ചത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത്? അതേ ഈ അപേക്ഷകർ തന്നെയാണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തത്, അപേക്ഷ കൊടുത്തത്. അതിന് പ്രകാരമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരങ്ങൾ പുറത്തുവിടണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ഇതിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. ഇന്ന് തന്നെ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ, അതായത് ഈ ഒഴിവാക്കിയ 11 ഖണ്ഡികയിലെ വിവരങ്ങൾ ഇന്ന് തന്നെ പുറത്തുവിടാൻ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുമോ, അല്ല എങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക് ഒരു തീയതി നിശ്ചയിച്ചുകൊണ്ട് ഇന്ന ദിവസം ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകണം അല്ലെങ്കിൽ അപേക്ഷകർക്ക് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം വിവരാവകാശ കമ്മീഷണർ വെക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. എന്തായാലും 11 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. സംസ്ഥാന സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഇതിനകത്തൊന്നും ഒരു തരത്തിലും ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമയെ നിയോഗിച്ചുകൊണ്ട് ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു, ആ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് മാറ്റം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചതാണ്. അപ്പോൾ ആ വിമർശനങ്ങളൊക്കെ സർക്കാർ പറയുന്നതെല്ലാം കോടതി തീരുമാനിക്കട്ടെ, കോടതി പറയുന്ന പോലെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പൂർണ്ണമായിട്ട് കൈ കഴുകുന്ന ഒരു സാഹചര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സർക്കാരിന് ഇതിനകത്ത് ഒന്നും ഒളിച്ചു വെക്കാനില്ല, അല്ലെങ്കിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നു, വേട്ടക്കാരെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞ സർക്കാർ വേട്ടക്കാരുടെ മുഖം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ തയ്യാറാകണം. അത് തുറന്നു കാണിക്കാൻ തയ്യാറാകാതെ കുറേയധികം പേജുകൾ മാറ്റി അല്ലെങ്കിൽ അത് സ്വകാര്യതയെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ചില വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിമർശനം ഒരു ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ എല്ലാം കോടതി പറയട്ടെ, കോടതി പറയുന്ന പോലെ ചെയ്യാം എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കോടതിയും വിവരാവകാശ കമ്മീഷനും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. വിവരാവകാശ കമ്മീഷൻ എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അപേക്ഷ കൊടുത്ത അല്ലെങ്കിൽ പരാതി കൊടുത്തവർക്കുള്ളൊരു മറുപടി ഈ വിവരങ്ങൾ 11 ഖണ്ഡികയിലെ വിവരങ്ങൾ ഇന്ന് തന്നെ പുറത്തു വിടുമോ എന്നുള്ളത് ഷിജു, അതായത് ഈ 11 ഖണ്ഡികകൾ മറച്ചു വെക്കുമ്പോൾ അത് പുറത്തു വിടാതിരിക്കുമ്പോൾ അതിനും പറഞ്ഞിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്, വ്യക്തിഗത വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ എന്നുള്ള കാരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ജിൽസി, അത് ഇപ്പോഴാണ് പറയുന്നത്. ഈ സ്വകാര്യത എന്ന് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം രേഖാമൂലം ജസ്റ്റിസ് ഹേമ സർക്കാരിന്, മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒഴിവാക്കിയ 11 ഖണ്ഡികകൾ ഇതിനകത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതിനകത്ത് എന്താണോ വിവരങ്ങളെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്ന കാരണം ഉള്ളതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്നൊന്നും സാംസ്കാരിക വകുപ്പ് പറഞ്ഞിട്ടില്ല. ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഇത് ഒഴിവാക്കിയത്. അതേ ചോദ്യം ചെയ്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒഴിവാക്കിയ 11 ഖണ്ഡികകൾ പുറത്തുവിടുമോ എന്നുള്ള കാര്യത്തിലാണ് വിവരാവകാശ കമ്മീഷൻ ഇന്നൊരു തീരുമാനമെടുക്കുക. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.